ഗർഭചിത്രത്തിന് വഴങ്ങിയില്ലെങ്കിൽ യുവതിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. തന്നെ കൊല്ലാൻ എത്ര സമയം വേണമെന്നാണ് കരുതുന്നതെന്ന് രാഹുലിന്റെ ഭീഷണി. എന്തെങ്കിലും കലക്കിത്തന്ന താൻ എന്നെ കൊല്ലുമെന്ന പേടിയുണ്ടെന്ന് യുവതി പറയുന്നു. എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം, അതിന് ഞാനൊരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്ന് കൊല്ലാനാണോ? താൻ എന്താ ചേച്ചി, തനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ താൻ കൊല്ലും. എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം, അതിന് ഞാനൊരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്ന് കൊല്ലാനാണോ? താൻ എന്താ ചേച്ചി, തനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ താൻ കൊല്ലും. എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം, അതിന് ഞാനൊരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്ന് കൊല്ലാനാണോ? താൻ എന്താ ചേച്ചി, തനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ താൻ കൊല്ലും. ആസിഫ് മുഹമ്മദ് ഉണ്ട്. ആസിഫ്, ഒരുപാട് ജനസമ്മതി ഉണ്ടായിരുന്ന ഒരു നേതാവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഈ കേൾക്കേണ്ടി വരുന്നത് എന്നുള്ളത് വളരെ വലിയ ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ്. ഇക്കാര്യത്തിൽ എന്തു പറയാൻ, എന്താണ് ഇതിനെപ്പറ്റി വിശേഷിപ്പിക്കാനെന്ന് എനിക്കറിയില്ല. മാത്രമല്ല, ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്ന് കരുതുമ്പോൾ തന്നെ ഇത് അനുഭവിച്ചിട്ടുള്ള ആ പരാതിക്കാരി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ യുവതി അടക്കം നിരവധി പേർ ഇതൊക്കെ കേൾക്കുമ്പോൾ അനുഭവിക്കുന്ന വൈകാരിക തലം അത് എത്രത്തോളം ഉണ്ടെന്നും മനസ്സിലാകുന്നില്ല. ആസിഫെ പറയാം. തീർച്ചയായും ആ പെൺകുട്ടിയോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ഉന്നയിക്കുന്ന സമയത്തൊക്കെ രാഹുൽ തനിക്കൊന്ന് വന്ന് കാണണം, തന്നെ ഒന്ന് വന്ന് കാണൂ തുടങ്ങിയ കാര്യങ്ങൾ രാഹുൽ നിരന്തരം പറയുന്നുണ്ട്. അപ്പോഴാണ് ആ പെൺകുട്ടി തൻ്റെ ഒരു ആശങ്ക എന്ന രൂപത്തിലാണ് പങ്കുവെക്കുന്നത്. തനിക്ക് എന്തെങ്കിലും കലക്കി തന്ന് തന്നെ കൊല്ലാനാണോ തന്നെ കാണണമെന്ന് പറയുന്നത് എന്നുള്ള കാര്യം ആ പെൺകുട്ടി പറയുന്നു. അപ്പോഴാണ് രാഹുൽ അത് ആ രീതിയിൽ തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സെക്കൻഡ് വേണം എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത്. അത്തരത്തിലാണ് രാഹുൽ പെരുമാറ്റവും സംസാരവും എന്നുള്ളതാണ്. കാരണം താൻ ഉദ്ദേശിച്ചാൽ ഇത്ര സെക്കൻഡ് കൊണ്ട് തന്നെ കൊന്നുകളയാം കഴിയുമെന്നുള്ള ഒരു ഭീഷണി തന്നെയാണ് ഈ രാഹുലിന്റെ സംസാരത്തിലുള്ളത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതായാലും തന്നോടുള്ള സ്നേഹം കാരണമല്ല കാണണമെന്ന് പറയുന്നത് എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. അതോടൊപ്പം അതുതന്നെ അതായത് ഒരു ഘട്ടത്തിൽ ആ പെൺകുട്ടിക്ക് പോലും രാഹുലിനോട് ഭയത്തോടു കൂടി മാത്രമാണ് സംസാരിക്കാൻ പോലും കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. കൊല്ലുമെന്നുള്ള ഒരു ഭീഷണിയായി തന്നെ നമുക്ക് അതിനെ എടുക്കാൻ കഴിയുകയുള്ളൂ. എനിക്കെന്തെങ്കിലും കലക്കി തന്ന് കൊല്ലാനാണോ നീ നോക്കുന്നതെന്ന് ആ പെൺകുട്ടി പറയുന്ന സമയത്താണ് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സെക്കൻഡ് വേണമെന്നുള്ള ഒരു ചോദ്യം രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ ആരെ വേണമെങ്കിലും ഒരു സെക്കൻഡുകൾ കൊണ്ട് തന്നെ കൊല്ലാൻ കഴിയാൻ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവാണ് താൻ എന്നുള്ള ഒരു അഹങ്കാരവും ഭീഷണിയും അടക്കമുള്ള കാര്യങ്ങൾ രാഹുലിന്റെ സ്വരത്തിൽ നമുക്ക് കാണേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. എന്താണെങ്കിൽ കൊല്ലാനാണെങ്കിൽ താനങ്ങ് കൊല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി ആ ഫോൺ സംഭാഷണം അവസാനിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും നിരന്തരം ഭീഷണിയും തെറിവിളിയും അസഭ്യവർഷവുമാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട രണ്ട് ഓഡിയോ സംഭാഷണം അല്ലെങ്കിൽ രണ്ട് ഫോൺ സംഭാഷണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ നിരന്തരം ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി മാനസികമായി സമ്മർദ്ദത്തിലാക്കി ആ പെൺകുട്ടിയെ ഗർഭചിത്രം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഹുലിനെയാണ് നമുക്ക് ഈ ഫോൺ സംഭാഷണങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം അതിന് വഴങ്ങുന്നില്ല എന്ന് ആ പെൺകുട്ടി പറയുന്ന സമയത്താണ് ഇത്തരത്തിൽ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തെറിവിളികൾ നടത്തിക്കൊണ്ട് അധിക്ഷേപം നടത്തിക്കൊണ്ട് രാഹുൽ സംസാരിക്കുന്നത്. അത് അത്തരത്തിൽ അത് മ്യൂട്ട് ചെയ്യാതെ കേൾക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അത്ര വലിയ അസഭ്യവർഷം നടത്തിക്കൊണ്ടാണ് തന്നിൽ നിന്നും ഗർഭം ധരിച്ച ഒരു പെൺകുട്ടിയോട് രാഹുൽ സംസാരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത് രാഹുലിന്റെ മാനസികാവസ്ഥ എത്രത്തോളം മോശപ്പെട്ട മാനസികാവസ്ഥയാണ് എന്നും ഒരു മനുഷ്യനായി പോലും പരിഗണിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇത്രത്തോളം വൃത്തികെട്ട ഒരു മനുഷ്യനായി മാത്രമേ രാഹുലിനെ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ ഓഡിയോ സന്ദേശങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഒരിക്കൽ കൂടി അതൊന്ന് കേട്ടുവരാം.
എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം. അതിന് ഞാനൊരു ഒരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കളിക്ക് തന്നെ കൊല്ലാനാണോ? എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്ന് താൻ വിചാരിക്കുന്നത്? തനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്ന് താൻ വിചാരിക്കുന്നത്? താൻ എന്താ ചേച്ചി, തനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ താൻ കൊല്ലും. എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം. അതിന് ഞാനൊരു ഒരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കളിക്ക് തന്നെ കൊല്ലാനാണോ? എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്ന് താൻ വിചാരിക്കുന്നത്? തനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്ന് താൻ വിചാരിക്കുന്നത്? താൻ എന്താ ചേച്ചി, തനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ താൻ കൊല്ലും. എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം. അതിന് ഞാനൊരു ഒരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കളിക്ക് തന്നെ കൊല്ലാനാണോ? എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്ന് താൻ വിചാരിക്കുന്നത്? തനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്ന് താൻ വിചാരിക്കുന്നത്? താൻ എന്താ ചേച്ചി, തനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ താൻ കൊല്ലും. ആസിഫ തുടരുന്നുണ്ട്. ആസിഫ, സ്വന്തം പാർട്ടിക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല, ചേർത്ത് നിർത്തി ഒപ്പം നടത്തിയ നേതാക്കൾക്കൊന്നും ഇക്കാര്യത്തിൽ ഒന്നും മിണ്ടാനില്ല. ഗൂഢാലോചനയെന്ന് പരാതിപ്പെടാൻ ഒരുങ്ങുന്ന അല്ലെങ്കിൽ പരാതിപ്പെടുന്ന ഷാഫി പറമ്പിലിന് പോലും ഇക്കാര്യം മുഴുവൻ കെട്ടിച്ചമച്ചതാണെന്ന് ഒരു വാക്ക് പോലും പ്രതിരോധിക്കാൻ കഴിയാത്തത്ര തെളിവുകൾ നിരന്നുകൊണ്ടുള്ള ഒരു സംഭവം കേരള രാഷ്ട്രീയത്തിൽ അത്രയധികം അപമാനകരമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ വരുന്നത്. ഈ ഏറ്റവും ഒടുവിൽ വരുന്ന ഈ ടെലിഫോൺ സംഭാഷണങ്ങൾ കൂടി വരുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന വ്യാപ്തി, അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെ പറ്റിയുള്ള ആ ഒരു ചരിത്രം, അതൊക്കെ ഏത് രീതിയിലേക്ക് മാറും? ഇതൊക്കെ വലിയ രീതിയിലേക്ക് മാറ്റപ്പെടും. ഇതിനുണ്ടാക്കാൻ പോകുന്ന ഇപ്പോൾ നമ്മൾ ഈ പുറത്തുവിടുന്നതൊക്കെ എത്രത്തോളം ഡെപ്ത് ഉണ്ടാക്കുന്ന സംഭാഷണങ്ങളാണ് ആസിഫ്? തീർച്ചയായും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരനെ ഇനിയും ഇവർ ചുമന്നുകൊണ്ട് നടക്കുമോ എന്നുള്ളത് തന്നെയാണ് നമുക്ക് നോക്കിക്കാണുള്ളത്. കാരണം ഇനി ഒരു നിമിഷമെങ്കിലും ഇപ്പോഴും പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനോ UDF-നോ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർ എത്രത്തോളം അവർ അധികാര സ്ഥാനത്തിന് വേണ്ടി പെൺകുട്ടികളുടെ ജീവനടക്കം വില കൽപ്പിക്കുന്നുണ്ട് എന്നുകൂടി കേരളം ചർച്ച ചെയ്യുമെന്നുള്ളത് കൂടി നോക്കി കാണേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ സന്ദേശങ്ങളൊക്കെ രാഹുൽ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന് ഉപരി അയാളെ ഒരു മനുഷ്യനായെങ്കിലും പരിഗണിക്കാൻ കഴിയുമോ എന്ന് ചർച്ച ചെയ്യേണ്ട തരത്തിലുള്ള ഓഡിയോ സംഭാഷണങ്ങളും ആ പെൺകുട്ടിയുമായിട്ടുള്ള സംഭാഷണവുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും പരാതിയുടെ പേരും പറഞ്ഞ് MLA സ്ഥാനത്തിൽ രാഹുലിനെ കെട്ടിവെക്കുമോ എന്നുള്ളതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഇങ്ങനെയൊരു ആളെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് ഇനിയും എടുത്തുകൊണ്ട് നടക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ് എന്ന് തോന്നുന്നു. കാരണം എത്ര മോശമായാണ് രാഹുൽ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് നോക്കൂ. കാരണം തന്നിൽ നിന്ന് ഗർഭം ധരിച്ച പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി തനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് പറയുന്നു. തനിക്ക് വീട്ടുകാരിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് പറയുന്നു. ഒറ്റപ്പെട്ട് താമസിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ താൻ ഈ ഒരു കുട്ടിയുമായി മുന്നോട്ട് പോകാനും അതിനെ മാനേജ് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് അത്ര മോശം ഭാഷയിൽ രാഹുൽ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ രാഹുൽ അത് തന്നെ കൂടി ബാധിക്കുന്ന വിഷയമാണ് എന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് ഗർഭചിത്രത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ നോക്കിക്കാണണം. തൻ്റെ ഭാവിയാണ് നശിച്ചു പോകുന്നത്, അതുകൊണ്ട് താൻ ഈ കുട്ടിയെ കളയാൻ തയ്യാറാകണമെന്നുള്ള രീതിയിൽ പറയുന്നു. പക്ഷെ അപ്പോഴും അത് മാനേജ് ചെയ്തോളാം എന്ന് രാഹുൽ ആ പെൺകുട്ടി പറയുമ്പോഴാണ് രാഹുൽ അസഭ്യ വർഷം നടക്കുന്നത്. അത് തൻ്റെ രാഷ്ട്രീയ ഭാവിയെ അല്ല തൻ്റെ ഭാവിയെ ഇല്ലാതാക്കുന്നതിലാണ് രാഹുലിൻ്റെ ആശങ്ക എന്നുള്ള കാര്യം രാഹുൽ എടുത്തു പറയുന്നത് എന്നുള്ളതാണ്. ഇത് നിന്റെ ലൈഫും കൂടിയാ പോകുന്നത് എന്ന് ഒരു ഘട്ടത്തിൽ രാഹുൽ പറയുന്നുണ്ട്. അപ്പോഴും പെൺകുട്ടി വഴങ്ങുന്നില്ല. പിന്നീടാണ് രാഹുലിൻ്റെ തനി സ്വഭാവവും തനി സ്വരൂപവും പുറത്തു വരുന്നത്. നീ എന്ത് കാണിച്ചാൽ എനിക്ക് എന്താ എന്നാണ് രാഹുൽ ചോദിക്കുന്നത്. കാരണം ആ പെൺകുട്ടിയെ ഗർഭിണിയായതിലോ ആ പെൺകുട്ടി ആ ഗർഭവുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിലോ അല്ല രാഹുലിൻ്റെ പ്രശ്നം. നീ എന്ത് കാണിച്ചാൽ എനിക്കെന്താ, അതിനുശേഷം എൻ്റെ ലൈഫും കൂടിയാണ് പോകുന്നത് എന്നാണ് രാഹുൽ പറയുന്നത്. രാഹുലിന് അപ്പോഴും ആശങ്ക തൻ്റെ രാഷ്ട്രീയ ഭാവി അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അപ്പോൾ അത്രത്തോളം വൃത്തികെട്ട മനസ്സുമായി ഒരു ചിന്താഗതിയുമായി നടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ തന്നെയാണ് നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സമയത്ത് കാണാൻ കഴിയുക. എന്തായാലും അതിനുശേഷമാണ് ആ പെൺകുട്ടി മറ്റ് സംഭാഷണങ്ങൾ പുറത്തു വരുമ്പോഴാണ് രാഹുൽ ആ പെൺകുട്ടിയോട് നിരന്തരം കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ആ പെൺകുട്ടി തൻ്റെ ആശങ്ക പറയുകയാണ്. നീ എനിക്ക് എന്തെങ്കിലും കലക്കി തന്ന് കൊല്ലാനാണോ കാണണമെന്ന് പറയുന്നത്, എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നതാണ് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സെക്കൻഡ് സമയം വേണം, തനിക്ക് എത്ര
സമയം വേണം, അതായത് താൻ ഉദ്ദേശിച്ചാൽ അത് നിസ്സാര സമയം കൊണ്ട് കൊല്ലാൻ വരെ കഴിയും എന്നുള്ള ഒരു മനോനിലയാണ് രാഹുലിന് ഉള്ളത് എന്നുള്ളത് ഇതിൽ എടുത്ത് കാണിക്കേണ്ടതാണ്. ഏതായാലും രാഹുൽ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ അത് ഏത് തരത്തിലാണ് പെൺകുട്ടികളോട് പെരുമാറിയതെന്നും തൻ്റെ സൗഹൃദ വലയങ്ങൾ ഏത് തരത്തിലാണ് ഉപയോഗപ്പെടുത്തിയിരുന്നതെന്നും നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ കണ്ടതാണ്. ഇത് ഈ ഒരു പെൺകുട്ടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് നമുക്കറിയാം. പല ആളുകൾക്കും അശ്ലീല സന്ദേശങ്ങൾ അയച്ചതാണ്. അതോടൊപ്പം തന്നെ അവരെ ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലും അവരെ ഇത്തരത്തിൽ മോശമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണങ്ങൾ പുറത്തു വന്നതാണ്.